ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് വൈകുന്നേരം ആകുമ്പോൾ അടുത്തുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ പെരുന്നാളിൻ്റെതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ദോശയിലേക്ക് ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് തേങ്ങ മിക്സിയുടെ ജാലിട്ട് കൊടുത്തിട്ടുണ്ട്. 4-5 ഉണക്കമുളകും 5-8 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കാനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിയ ശേഷം ഉണക്കമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അതിന് ശേഷം ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരച്ച മാവാണിത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ദോശ ഉണ്ടാക്കാനാണ്. പുഴുന്നിട്ട ദോശ ഇട്ടാൽ മാവ് വാങ്ങിച്ചതാണ്. ഈ മാവ് അരക്കും ചെയ്തില്ല, വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ദോശയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ നോമ്പറന്ന ശേഷമാണ് പിന്നെ അറിഞ്ഞത് പെരുന്നാളാന്നുള്ളത്. അപ്പോൾ ദോശ കുറച്ചുണ്ടാക്കിയുള്ളൂ. അപ്പോൾ കുറച്ചുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കില്ല, പത്തിരിയും ബീഫ് കറിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടാവുക, പത്തിരിയും ബീഫ് കറിയൊക്കെ ആവുക പെരുന്നാളിൻ്റെ അന്ന്. ചിലയിടത്ത് പുട്ടും ഇറച്ചിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഒരു 5-6 ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മറ്റേ അരി ദോശ ഉണ്ടാക്കി. കാക്ക ഉഴുന്നിട്ട ദോശ കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. വെള്ളം കലക്കാനായിട്ട് വെള്ളം ചെറുനാരങ്ങ എടുത്തതാണ് 2 അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 2 എടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ജഗ്ഗിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ അത് 6:30 ആയക്കണ വെള്ളമൊക്കെ കലക്കുമ്പോൾ ചക്കര മത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്താണ്. എന്ന് മുറിച്ചൊക്കെ നല്ല കളറ്, നല്ല ചുവപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വെക്കും ഫ്രിഡ്ജിൽ. എല്ലാ ഫ്രൂട്ട്സുകളും മുറിച്ചിട്ട് ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് നോമ്പല്ലേ. അപ്പോൾ അത് കാരണം മറ്റുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ മുന്തിരിയും ഓറഞ്ച് മുസമ്പിയൊന്നുമില്ല. ഓറഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ആരും കഴിക്കില്ല, പുളിയാണെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ മുസമ്പി ആണെങ്കിലും അതെ. അപ്പം ഇന്നുള്ളത് കൊണ്ട് മുറിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും പപ്പായൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായത്. അപ്പോൾ അത് മുറിച്ചേക്കാമെന്ന് വിചാരിച്ച്. പകുതി ചക്കര മത്തയാണ് മുറിച്ചിട്ട് വെക്കണത്. ബാക്കി ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്തൊക്കെ വിചാരിച്ച്. അപ്പോൾ അത് പപ്പായ വീട്ടിലുണ്ടായതെന്ന് പറഞ്ഞില്ലേ, അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സൈഡ് പൊട്ടിയതാണത്. ഇന്നലെ പൊട്ടിച്ച് വെച്ചത്. അപ്പോൾ നല്ല പഴുത്തിരിക്കണം. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞ് നല്ല ഭാഗമായേക്കണം. അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പകുതി അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞ് ഞാൻ. ചീഞ്ഞ പോലെ തോന്നി പഴുപ്പേറിയിട്ട്. മാങ്ങ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതാ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട മാങ്ങയാണ്. അതിന് ശേഷം വേറൊരു മാങ്ങയും അനിയൻ്റെ അവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതും ഇക്ക കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തൊലി കളഞ്ഞിട്ട് അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ആപ്പിളാണ്. ആപ്പിൾ ഫുള്ളായിട്ട് എടുത്തില്ല ഞാൻ, പകുതി എടുത്തിട്ട് മുറിച്ചുള്ളൂ. എന്ന് വെച്ചാൽ പപ്പായ ഉണ്ട് കഴിക്കാൻ അത്യാവശ്യം. അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ച്. മാങ്ങ എന്ന് പറഞ്ഞതാണ് അനിയൻ്റെ അവിടെ നിന്ന് കൊടുന്നത്. നല്ല മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ അതൊന്നും തൊലി കളഞ്ഞില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ മുറിച്ച് വെച്ച് നല്ല പാകമായിട്ടുള്ള മാങ്ങയാണ്. ഈ വീഡിയോയിൽ സൗണ്ട് കൊടുക്കുമ്പോൾ കഥപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ പുറത്തുനിന്ന് സൗണ്ടും കേൾക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മുറിച്ചിട്ട് നല്ല കായമ്പുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ നോമ്പറക്കാനൊക്കെ അടങ്ങിയപ്പോൾ ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൊടുന്ന് വെച്ച് മേശമ്മ ഈത്തപ്പഴം കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് മേശമേരിക്കണം നോമ്പറക്കാൻ. അപ്പോൾ എല്ലാവരും നോമ്പറക്കണം.
ഇക്കായുണ്ട്, മക്കളുണ്ട്. ഇതൊരു മോന്, അപ്പുറത്തൊരു മോനിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നോമ്പറന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. ഏകദേശം ഞാനും ഇക്കായും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മോനൊക്കെ കഴിച്ച് അവർ പോയി. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം.